കേട്ടില്ലേ മഹാനായ സുൽത്താനുൽ ഉലമാ സുഖമായപ്പോ അല്ലാഹുവേ പരിപൂർണ സുഖം നൽകണേ അല്ലാഹ്. എനിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു ദിനമാണ്. ഒരു ദിവസം മുമ്പ് അതാ അബുദാബിയിൽ നിന്ന് UAE പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവ് സയ്യിദ് അലിയുൽ ഹാസിമി തങ്ങളവറുകൾ വന്നപ്പോൾ സയ്യിദ് അലിയുൽ ഹാസിമിയുമായി മഹാനായ ശൈഖുനാ ഉസ്താദ് അവറുകൾ ഇരുന്ന് സംസാരിക്കുന്ന ശബ്ദവും കണ്ടപ്പോൾ എന്റെ മനസ്സിന് വലിയ സന്തോഷം തോന്നി. നിങ്ങളൊക്കെയും ആ വീഡിയോ കണ്ട് സന്തോഷിച്ചവരാണെന്ന് ഞാൻ കരുതുന്നു. എന്നാൽ രോഗമായതിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉസ്താദ് അവറുകളെ വളരെ മോശമായി ദജ്ജാലെന്ന് പ്രയോഗിച്ച ഒരു മനുഷ്യനും ഈ കേരളം ജന്മം നൽകിയല്ലോ. പടച്ച റബ്ബ് ആ നിലക്കുള്ള ചിന്തകളിൽ നിന്ന് എല്ലാവരുടെ ഖൽബും ശുദ്ധീകരിക്കട്ടെ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ചില അസൂയക്കാരുണ്ടായിരുന്നു. തമന്നാഉനാ സുന്നൻ അമുതാ വൈനമുത് ഫതിൽകാ സബീലുൽ ലസ്തു ഫീഹാ ബിഔഹദാ. ഞാൻ മരിക്കാൻ കൊതിക്കുന്നവരുണ്ട്, പക്ഷേ ഞാൻ മരിച്ചാൽ അവരിവിടെ തന്നെ കാലകാലം ജീവിക്കുമെന്ന് കരുതുന്നുണ്ടോ? എനിക്ക് മാത്രം പോകാനുള്ള വഴിയല്ലല്ലോ മരണമെന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടിയില്ലേ? അസൂയാലുക്കൾ മുമ്പേ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്കുണ്ടായിട്ടുണ്ട്. അതിന്റെ പേരിൽ ആലിമീങ്ങൾക്കൊരു ദോഷവും സംഭവിച്ചിട്ടില്ല, ആലിമീങ്ങൾക്കൊരു കുറവും പറ്റിയിട്ടില്ല. നിശ്ചയിക്കപ്പെട്ട സമയത്തല്ലാതെ ഒരാളും മരിക്കൂല, നിശ്ചയിക്കപ്പെട്ടതല്ലാതെ ഒരാളെ ജീവിതത്തിലും സംഭവിക്കൂല. അത് വിശ്വസിക്കുന്നവനാണ് മുസ്ലിം. ഇപ്പോൾ ഞാൻ അതിലേക്ക് കടന്ന് സംസാരിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിക്കുന്നൊരു സമൂഹം ഇവിടെ വേണം. അതിനെല്ലാവരും റബ്ബിനെ ഓർക്കുന്നവരാകണം. ആ റബ്ബാണ് കൊടുക്കുന്നവൻ, ആ റബ്ബാണ് തടയുന്നവൻ, അവനാണ് എല്ലാം തന്നവൻ. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഖൽബ് തിരിയുന്ന ജനങ്ങളെ ഇവിടെ ഉണ്ടാക്കലാണ് പണ്ഡിതന്മാരെ ദൗത്യം. പണ്ഡിതന്മാരവരെ ദൗത്യം നിർവഹിച്ചുകൊണ്ടേയിരിക്കും. സുബ്ഹാനല്ലാഹ്. ഒരിക്കലും തന്നെ ഏതോ രാജ്യത്ത് നിന്ന് കളിക്കുന്ന കുറെ കളിക്കാരിലേക്ക് യുവാക്കളുടെ മനസ്സ് കൊണ്ടുപോകാൻ പണ്ഡിതന്മാർക്ക് താല്പര്യമുണ്ടാകൂല. ഇത്തഖദൂ ദീനഹും ലൈബൻ വലഹ്വാ. ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല ജനങ്ങളെ സൃഷ്ടിച്ചത് അതാ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അല്ലാഹുവിനെ അറിഞ്ഞുകൊണ്ട് ആരാധന നിർവഹിക്കാനാണ്. അതിന് ഗുണകരമായ ഫലവത്തായ ആരോഗ്യത്തിന് ഗുണകരമായ കളി കളിക്കുന്നതിന് വിരോധമില്ല. അതേ സമയത്ത് അതാ അല്ലാഹുവിനുള്ള ചിന്ത അത് മാറ്റി മറ്റ് പലതിലേക്കും യുവാക്കളുടെ ചിന്ത തിരിക്കുന്നതിനോട് ആലിമീങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. ഇപ്പോൾ ഞാനതിലേക്ക് കടക്കുന്നില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സന്തോഷം കാണുമ്പോൾ മാഷാ അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഒരു കാര്യം തുടങ്ങുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു കാര്യം കിട്ടിയാൽ അൽഹംദുലില്ലാഹ്. ഒരു മുസീബത്ത് വന്നാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എവിടെയും അല്ലാഹ് അല്ലാഹ് എന്ന ചിന്തയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്നതാണ് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം. മഹാനായ അഹ്മദ് ഇബ്നു ഖൽറവൈഹി റളിയല്ലാഹു അൻഹു ആ ക്രിസ്തീയ സഹോദരനോട് പറയാണ്, അങ്ങനെ ലോകം മുഴുക്കെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുന്നില്ല, നിങ്ങൾ അല്ലാഹുവിനെ അറിയുന്നില്ല, നിങ്ങൾ അല്ലാഹുവുമായി ബന്ധം സ്ഥാപിക്കുന്നില്ല. ലോകത്തിന് മുഴുവനും അനുഗ്രഹമായി വന്ന ഒരു വർഗീയതയെയും ഒരു നിലക്കും അംഗീകരിക്കാത്ത യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ,
നിങ്ങൾ ഏത് ജാതി മത വർഗ വർണ്ണ ദേശ ഭാഷ രാഷ്ട്രീയ വ്യത്യാസമന്യേ നിങ്ങൾ ഏത് മതക്കാരാണെങ്കിലും ഏത് പാർട്ടിക്കാരാണെങ്കിലും നിങ്ങൾ ഏത് ഗോത്രക്കാരാണെങ്കിലും ഏത് ഭാഷക്കാരാണെങ്കിലും ഏത് രാജ്യക്കാരാണെങ്കിലും നിങ്ങളെല്ലാം ഒരേ ബാപ്പ ഉമ്മയുടെ മക്കളാണ് എന്ന് പറഞ്ഞിട്ട് വർഗീയതയ്ക്ക് പകരം മാനവികത പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിക്കുമ്പോ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങളിൽ ഏറ്റവും ആദരവുള്ളവർ അല്ലാഹുവിനോട് ഏറ്റവും ഭക്തിയുള്ളവരാണ്. ഹൃദയത്തിൽ തീരെ അഹങ്കാരം തൊട്ട് തീണ്ടാതെ, ഞാനൊരു വലിയവനാണെന്ന ചിന്തയില്ലാതെ, അതുപോലെ ആരോടും അസൂയ വെക്കാതെ, ആരോടും വിദ്വേഷമില്ലാതെ ഖുർആൻ അങ്ങനെയല്ലേ പഠിപ്പിച്ചത്. അയജിരിമന്നക്കും ശനആനു ഖൗമിൻ അൻ സദ്ദൂകും അനിൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ ചെല്ലുന്നതിന് നിങ്ങൾക്ക് തടഞ്ഞു വെച്ച ആ കക്ഷികളോടും നിങ്ങൾക്ക് വിരോധം വേണ്ട, വിദ്വേഷം വേണ്ട. അവരും ഇസ്ലാമിലേക്ക് വന്നു കാണുകയാണ് ആവശ്യം. അവർക്കും നമ്മുടെ ഈ നമ്മൾ ഉൾക്കൊള്ളുന്ന സത്യം പ്രചരിപ്പിക്കുകയാണ് ആവശ്യം. ദഅവത്താണ് ലക്ഷ്യം. ആരെയും വെട്ടലല്ല, ആരെയും കൊല്ലലല്ല, ആരെയും ആക്രമിക്കലല്ല. ഖുർആൻ ആ ഒരു പാഠമല്ലേ നമുക്ക് നൽകിയിട്ടുള്ളത്. നന്മക്കും നിമിത്തമായ ഏറ്റവും നല്ല സൗഹൃദം പഠിപ്പിച്ച, ഏറ്റവും നല്ല സ്വഭാവം പഠിപ്പിച്ച ഒരു വിഷയവും ജീവിതത്തിൽ പഠിപ്പിക്കാതെ വിട്ടുപോയിട്ടില്ല. നബിയുനൽ ആമിറുൻ നാഹി ഫലാ അഹദു അബറ ഫീ ഖൗലി ലാ മിൻഹു വലാ നഅബി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മാതാപിതാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം, അനുസരിക്കണം, സംരക്ഷിക്കണം. ഭാര്യയെ സംരക്ഷിക്കണം, ഭർത്താവിനെ ബഹുമാനിക്കണം, അംഗീകരിക്കണം, അനുസരിക്കണം. മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് പോറ്റി വളർത്തണം. അത് തന്നെ വളർത്തുമ്പോൾ ദീനിന്റെ ചിട്ടയിലായി, ഒരിക്കലും ഭീകരവാദിയും വർഗീയവാദിയുമാകാതെ സമാധാനപ്രേമിയായി രാഷ്ട്രത്തിനുപകരിക്കുന്ന, സമൂഹത്തിനുപകരിക്കുന്ന നല്ല മക്കളായി വളർത്തണം. അങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളിലും ഒരാളെയും ചതിക്കാൻ പാടില്ല. ഒരു ബിസിനസ്സിലും ചതി പറ്റൂല, ഒരു ജോലിയിലും ചതി പറ്റൂല, ഒരു സ്ഥലത്തും ചതി പറ്റൂല. ആത്മാർത്ഥമായിട്ടായിരിക്കണം.